നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം വിവാദമാകുന്നു. ക്രൈസ്തവ സഭയുടെ കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആക്ഷേപം. കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന ആവശ്യവുമായി ഇവർ രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ലെന്നാണ് സിറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ നിലപാട്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കോളേജിലെ വിദ്യാഭ്യാസ സംഘടനകളിലെ ചില വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി. കോളേജിൽ നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചത്. ഇത്തരം നടപടികളെ സീറോ മലബാർ സഭയുടെ അൽമായ ഫോറം കഠിനമായിട്ട് അപലപിക്കുകയാണ്. ഇത്തരം സംഭവത്തിൽ കഠിനമായ പ്രതിഷേധം സീറോ മലബാർ അൽമായ ഫോറം അറിയിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെ ലംഘിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ അരങ്ങേറിയത്. ഇത്തരം മൂവാറ്റുപുഴ ശൈലികൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. ഒരിക്കലും നിസ്കാര സൗകര്യം കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിൽ അനുവദിക്കാനാകില്ല. നമുക്കറിയാം, ബഹുസ്വരതയും മറ്റുള്ള മതങ്ങളുമായിട്ട് സമാധാനവും ആദരവും ബഹുമാനവും പങ്കിടുന്ന മതമാണ് ക്രൈസ്തവ മതം. പക്ഷേ ഇതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള അവകാശ ലംഘനങ്ങളെ ഒരിക്കലും നമുക്ക് നീതീകരിക്കാനാകില്ല. സീറോ മലബാർ സഭയുടെ അൽമായ ഫോറം ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ പടച്ചുവിടുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അതിൻ്റെ നിയന്ത്രണം ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രമാണ്. ഇത്തരം അവകാശങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റങ്ങളെ ചെറുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം, ഓട്ടോണമസ് പദവിയുള്ള കോതമംഗലം രൂപതയുടെ കീഴിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. ഇവിടെ പ്രിൻസിപ്പാളിനെ മണിക്കൂറുകളോളം ഈ ആവശ്യം ഉന്നയിച്ച് തടഞ്ഞു വെച്ചത് അത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം ഉരുത്തിരിച്ചിരുന്നു. കാരണം ഈ കോളേജിലെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ല. ക്ലാസ് മുറിയിൽ നിസ്കരിക്കാനായി ഈ കുട്ടികൾ ശ്രമിച്ചു. തുടർന്ന് ഇവരെ തടയുന്ന സാഹചര്യമുണ്ടായി. കാരണം അങ്ങനെ ഇവർക്ക് ഹോസ്റ്റൽ മുറിയിൽ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സമീപത്ത് ഒരു പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട്. കോളേജ് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സം പറഞ്ഞിട്ടില്ല. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ ആവശ്യം അത് ഉന്നയിക്കുന്നത്. തുടർന്ന് അവിടുത്തെ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന അവിടെ വലിയ സമരം നടത്തുകയും ഇന്നും ആ സംഘടനയുടെ പേരിൽ അവിടേക്ക് മാർച്ചടക്കം നടത്തുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇത് ശരിയല്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു രീതി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വളരെ മതേതരമായി എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്ന ഒരു സമൂഹമാണ്. അവർ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ചിലർ കേന്ദ്രീകരിച്ച് മതമൗലികവാദം കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്കും മറ്റും കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ടോം, ഇതിനെ ഏതായാലും സഭ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സംഘടനകളും ഇവർക്ക് അനുകൂലമായി ചിലരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ തുടരുകയാണോ ഈ ആവശ്യം ഉന്നയിച്ചവർ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തില് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം ആദ്യഘട്ടത്തിൽ അത്ര വലിയ വിവാദമായില്ല. പക്ഷെ പിന്നീട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചില സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തും, പ്രതിഷേധ മാർച്ച് നടത്തും എന്ന രീതിയിലുള്ള ഭീഷണിയും മുന്നറിയിപ്പും വന്നതുകൂടിയാണ് സീറോ മലബാർ സഭാ നേതൃത്വം തന്നെ ഈ വിഷയത്തില് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതായത് ഇത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ഒരു നീക്കമാണ്. ഏറ്റവും വലിയ രീതിയിൽ, അതായത് ഒരു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന
വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. ഇതിന്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രവർത്തനം ഉണ്ടാകുന്നതെന്ന് സീറോ മലബാർ സഭയുടെ അൽമായ സെക്രട്ടറി ശ്രീ ടോണി ചിറ്റപ്പള്ളി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും സമാനമായ രീതിയിൽ സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ കുറിപ്പ് ഇറക്കിയത്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൺവീനറായിട്ടുള്ള ബിഷപ്പ് തോമസ് കരയിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, ഏതാനും 10 വർഷം മുൻപ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഉണ്ടായ സംഭവം. ഈ കോതമംഗലം രൂപതയുടെ കീഴിൽപ്പെട്ട ഒരു 2 സ്ഥാപനങ്ങളിലാണ് ഈ സമീപ വർഷങ്ങൾക്കിടെ ഈ ഇത്തരത്തിലുള്ള ചില മൗലികവാദികളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ കോളേജിനുള്ളിൽ എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിനുള്ളിലും ചാപ്പലുണ്ട്. അതായത് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ചാപ്പലുണ്ട്, ചെറിയ പള്ളി പോലൊരു ചാപ്പലുണ്ട്. അതേ രീതിയിൽ തങ്ങൾക്കും ഇത്തരമൊരു പ്രാർത്ഥിക്കാനുള്ള ഇടം വേണം എന്നാണ് ഇവരുടെ ആവശ്യം. പക്ഷേ തുടരുക. ഇപ്പോൾ ഡാനി പോൾ അവിടെയുണ്ട്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തന്നെ ഡാനി പോൾ ഉണ്ട്. ഡാനി, ഏതായാലും ശക്തമായ ഭാഷയിൽ ക്രിസ്ത്യൻ ക്രൈസ്തവ സംഘടനകൾ ഒന്നിച്ചെതിർക്കും ഈ വിഷയത്തെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസും സിറോ മലബാർ സഭ അൽമായ ഫോറവും അടക്കം വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ഇന്ന് ഒരു മാർച്ച് ഈ സംഘടനകൾ കോളേജിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണോ തീരുമാനം? ഏത് തരത്തിൽ ഈ നിലപാടിന് ഒരു പിന്തുണ തേടാനാണ് ക്രിസ്ത്യൻ സഭകൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം? രഞ്ജിത്ത്, ഇപ്പോൾ കോളേജിൽ ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുന്നുണ്ട്. കോളേജുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിന്റേതായ യോഗം ഇപ്പോൾ കോളേജിൽ ചേരുകയാണ്. പ്രിൻസിപ്പലിന്റെ ഒരു അധ്യക്ഷതയിൽ തന്നെ ചേരുകയാണ്. മാനേജ്മെന്റ് പ്രതിനിധികളും ഈ യോഗത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ ഒരു തീരുമാനവും നിലപാടും ഈ കോളേജിൽ സംബന്ധിച്ച് കൈക്കൊള്ളുമെന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഇവരുമായിട്ട് സംഭാഷണം നടത്തുന്നതിന് പുറമെ നിന്നുള്ള പ്രതിനിധികളും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നിപ്പോൾ കോളേജിന്റെ ഇവിടെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഒരു അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മാർച്ചിനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറമെ നിന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം നിലവിൽ ഇവിടേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ സമയത്ത് ഉണ്ടാവില്ലായിരിക്കാം. ഇതിന്റെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് നീണ്ടേക്കാം. എന്തായാലും അത് ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാകാനായിട്ട് സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇതിൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിന് അകത്ത് ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ ഒരു യോഗം ചേരുന്നു എന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാനേജർ സംസാരിക്കും. ഏതായാലും അതിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ മാനേജർ സംസാരത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ്. ഏതായാലും പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഡാനി പോൾ അവിടെയുണ്ട്. ഈ ഗൂഢാലോചനയുണ്ട് എന്ന ആക്ഷേപമുണ്ട്. കാരണം സമാധാനപരമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷമുള്ള ഒരു കോളേജാണ് മൂവാറ്റുപുഴ കോളേജ് എന്ന് മനസ്സിലാക്കണം. അവിടെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് എന്നത് വ്യക്തമാണ്. കാരണം വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാവരും ഈ സമരത്തിന് ഇതിൽ പിന്തുണയില്ല. ചില സംഘടനകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണയുമായി വന്നിരിക്കുന്നത്. പ്രിൻസിപ്പാളിനെ അടക്കം ഉപരോധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവരുടെ ആവശ്യം കോളേജിനുള്ളിൽ നിസ്കരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നുള്ളതാണ്. എത്ര വിചിത്രമാണ്, എത്ര കൗതുകകരമാണ് ഈ വാദം എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം മറ്റ് സൗകര്യങ്ങൾ ഉള്ള നിലയിലാണ്, കോളേജിനുള്ളിലല്ല, ഹോസ്റ്റലിൽ നിസ്കരിക്കാൻ അവർക്കുള്ള അവസരമുണ്ട്. സമീപത്ത് മസ്ജിദുണ്ട്, അവിടെ പോയി നിസ്കരിക്കാം. അപ്പോഴാണ് മറ്റൊരു തലത്തിലും ഇല്ലാത്തതുപോലെ, മറ്റൊരു കലാലയങ്ങളിലും ഉന്നയിക്കാത്തതുപോലെയുള്ള വിചിത്രമായ വാദം ഉന്നയിക്കുകയും അതിന് സംസ്ഥാനത്തെ പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തത് എന്നുള്ളതാണ്. അവിടുത്തെ പ്രിൻസിപ്പാളും മാനേജറും അടക്കം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ വാക്കുകളിലേക്ക് അല്പസമയത്തിനകം ഇവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ ഒരു പ്രധാനപ്പെട്ട യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. എല്ലാ ക്രിസ്ത്യൻ സംഘടനകളും അതിശക്തമായ ഭാഷയിലാണ്
ഈ വിഷയത്തെ അപലപിക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കറിയാം ഈ പ്രദേശത്ത് മൂവാറ്റുപുഴ പ്രദേശത്ത് ഇതുപോലെയുള്ള മതമൗലികവാദം ഉയരുന്ന പലവിധ സംഭവങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. പലപ്പോഴും നമ്മൾ നേരത്തെയും ഇതൊക്കെ വലിയ വാർത്തയിൽ വന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ വിചിത്രമായ ഒരു ആവശ്യമായി നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി ഈ ആളുകൾ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ബന്ധപ്പെട്ടവർ മാധ്യമങ്ങളെ കാണുകയാണ്. ടോം കുര്യാക്കോസ് കൂടി തുടർന്നു. ടോം, എല്ലാ ക്രിസ്ത്യൻ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകും. ഈ സംഘടനകളൊക്കെ ഇതിലിടപെടുന്നുണ്ട്. സംയുക്തമായി തന്നെ ഇവർ ഈ വിഷയത്തിനോടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പിന്തുണ തേടാനുള്ള ശ്രമങ്ങളുണ്ട്. ഇത് ഈ ക്യാമ്പസിൽ അത്തരത്തിൽ അനുവദിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നവർ തന്നെയാണത്. അതിന് അവരുടേതായ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പിന്തുണയും അടക്കം തുടരും എന്ന് തന്നെയാണോ? ഏത് തരത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സംഘടനകൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ ഒരു ക്രൈസ്തവ സഭകൾ പോലും അല്ലെങ്കിൽ സഭാ നേതൃത്വവും ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു സമൂഹത്തിലൊരു സ്പർദ്ധ വേണ്ടത്, മതസ്പർദ്ധ ഉണ്ടാകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സഭ അന്ന് നിശബ്ദത പാലിച്ചത്. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങള്, പ്രതിസന്ധികളൊക്കെ അധ്യാപകൻ നേരിടുന്നുണ്ട്. അദ്ദേഹം ഈ പൊതുസമൂഹത്തില് സഭാതലത്തിലൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെടുന്ന സാഹചര്യം, അങ്ങനെ ജീവിതത്തിൽ തുടർച്ചയായ വേട്ടയാടുകൾ അനുഭവിച്ചപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം നിശബ്ദത പാലിച്ചത്, ഈ സംഘടനകൾ നിശബ്ദത പാലിച്ചതെന്ന് സഭയ്ക്കുള്ളിലെ വിശ്വാസികൾ പോലും വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് മറ്റ് പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മറ്റ് പല വിവാദ പ്രസ്താവനകളും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും അത് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ടോം, തിരിച്ചു വരാം. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് കോളേജ് അധികൃതർ. അവരിലേക്ക് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇത് തന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ഈ പ്രാർത്ഥനാമുറി അനുവദിക്കണമെന്നൊരു ആവശ്യം രേഖാമൂലം അവിടെ മുമ്പിൽ വന്നിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ കുട്ടികൾ ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു? നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയാനായിട്ട്. ഇപ്പൊ ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു ആലോചന ആസൂത്രണം നടത്തുന്നൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. ഇത്രയും കാലത്തിനിടെ ക്യാമ്പസിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എന്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിന് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നിലപാട് ആരെങ്കിലും ഈ കുട്ടികളുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ, നിർമ്മല കോളേജ് എടുത്ത നിലപാടിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവര് സഹകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ ഒരു വൈകാരിക പ്രകടനം രീതിയിൽ അന്ന് സംഭവിച്ചു എന്നതിനപ്പുറത്തൊരു ബഹുമാനം തൽക്കാലം കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഇടപെടൽ എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് കുട്ടികൾ വ്യക്തമായിട്ട് അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന നിയമാവലികളുണ്ട്. അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങൾ കോളേജിനോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഹാനികരമാകുന്ന നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കോടതിയിൽ വ്യക്തമായിട്ടുള്ള ധാരണയും നിലപാടുമുണ്ട്. അപ്പോൾ അതിന്റെ രീതികൾ, അതിനനുസരിച്ച് അച്ചടക്ക നടപടികൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിലെ സമിതികൾ ആലോചിക്കുകയും അതിനകത്ത് തീരുമാനമെടുക്കുകയും അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ അതിനുള്ളൊരു സമയമല്ലല്ലോ. അങ്ങനെ ഒരു വിചാരത്തിലോ അല്ല നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഈ നന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, അതായത് നിർമ്മല കോളേജ് ഇതുവരെ പാലിച്ചിരുന്ന ഈ സുതാര്യവും അതോടൊപ്പം ശക്തവുമായ നിലപാട്, അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണയുമായി വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ തന്നെ അറിയുന്നല്ലോ, അവരത്തരത്തിലുള്ള ഒരു നിലപാട് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ അവരതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒഫീഷ്യലായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനോട്, ഈ നിലപാട്, കോടതിന്റെ നിലപാടിനോട് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് ആരും സജ്ജരല്ല, അവരാരും താല്പര്യപ്പെടുന്നില്ല. അതല്ല ഇന്ത്യയുടെ ഒരു താല്പര്യം, അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ഈ കോടതിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നിർമ്മല കോളേജിന്റെ കവാടം കടന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, ഈ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റു കോടതിയിൽ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഭാരത മഹാരാജ്യത്തിന്റെ പ്രിയാമ്പിളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാകണം, രാജ്യസ്നേഹമുള്ളവരാകണം, അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാകണം വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ നടപ്പിലാക്കുന്നു. ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ചർച്ച? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ ചർച്ചയ്ക്ക് ഇടയുള്ളൂ.
ഇവിടെ അങ്ങനെ നമ്മുടെ പൊതുസമൂഹം ആരെങ്കിലും ചർച്ചയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നിർമ്മല കോടതി എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് ശരി, അതാണ് വ്യക്തം, അതാണ് സുതാര്യം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു, അവരെ ഞങ്ങൾ കാണുന്നു, അവരെ സ്വീകരിക്കുന്നു. അവരോട് വളരെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അവരെ സ്വീകരിക്കുകയാണ്. ഒരേ നിലപാടുള്ളവർ ഇവിടെ വരുന്ന് അവരുടെ ബന്ധം സ്നേഹം അറിയിച്ചു പോകുന്നു. അത്രമാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. ഒരു ചർച്ച അതിനകത്തില്ല. ഓക്കെ. ഈ പർട്ടിക്കുലർ ഈ ആവശ്യം ഉന്നയിച്ച കുട്ടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ? നിങ്ങൾ ആ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഏത് വിഭാഗമാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളെ തരംതിരിക്കാൻ സാധിക്കുക? അവര് നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ പേരിൽ നമുക്ക് ആരെയും അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ. അവര് ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ, ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. പക്ഷെ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടെന്നാണോ അച്ഛൻ കരുതുന്നത്? പിന്നീട് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം, ശനിയാഴ്ച അവധിയായിരുന്നു, ഞായറാഴ്ച അവധിയായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അത് കോളേജ് കൌൺസിൽ ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മാനേജേഴ്സിന് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനം ഇതാണ്: ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ അതിനെ കുറെ കൂടെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾ അവർ നിർമ്മലയുടെ വിദ്യാർത്ഥികളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അവരോട് സംസാരിച്ച് അവരെ മനസ്സിലാക്കുന്നതാണ്. അത് മനസ്സിലാക്കും അവരോട്. അതെ. ക്രൈസ്തവ സമുദായങ്ങളും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത്? ഈ കോതമംഗലം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവവികാസമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത്. 71 വർഷം മുന്നേ ഈ കോളേജ് തുടങ്ങുമ്പോൾ ആവശ്യത്തിന് വിഭവമുണ്ടായിട്ട് രൂപ തുടങ്ങിയതല്ല. സാധാരണക്കാരന്റെ കാശും അവരുടെ പട്ടിണി കിടന്നൊക്കെ മിച്ചമുണ്ടാക്കിയതെല്ലാം സമാഹരിച്ച് തുടങ്ങിയൊരു കോളേജാണ്. ഈ കോളേജ് തുടങ്ങുമ്പോൾ അതിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ചില നിലപാടുകളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചാണ് 71 വർഷം ഈ കോളേജ് നിന്നത്. അതിന് ഒരു വില്ലനുണ്ടായിരിക്കുന്നു, അതിന്മേൽ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് കോളേജ് രൂപതയെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് രൂപതയിലെ വൈദികരെല്ലാം ഒത്തിരി പേര് ഇന്നലെയും മിനിങ്ങാന്നും ഇന്നൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടും കോളേജിന്റെ ഈ നിലപാടിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട്. അപ്പോൾ സഭയുടെയും സഭാ സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ പൊതുപ്രവർത്തകരുടെയും അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷാകർതൃ സംഘടനകളുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഒരുമിച്ച് ഈ അവസരത്തിൽ നിൽക്കുക എന്നതും ഇതിനെ അഭിമുഖീകരിക്കുക എന്നതും ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും ആവശ്യമാണ്. കാരണം ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ നിലപാട് തന്നെയാണ് പരിഹാരം, വേറെ പരിഹാരമൊന്നുമില്ല. അപ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് മാനേജ്മെന്റ് മാത്രമല്ല, കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ടീം മാത്രമല്ല, ഇവിടുത്തെ രക്ഷാകർതൃ സംഘടനയും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഒറ്റക്കെട്ടാണ്. കാരണം ഇത് കോളേജിന്റെ ഐഡന്റിറ്റിയും വ്യതിരിക്തയും ഈ മൂല്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. ആ നിലപാടുകളാണ് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞതുപോലെ ആളുകൾ ഈ പിന്തുണയായിട്ട് ഞങ്ങളെടുത്ത് എത്താൻ കാരണം. അപ്പോൾ സഭയും സമുദായവും രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ച് ഞങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ശരി, നിങ്ങളുടെ പക്ഷമാണ് ശരി എന്നാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആ ശരിയെന്ന പക്ഷത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെള്ളം വൈൻഡപ്പ് ചെയ്യാൻ തോന്നല്ലേ? താങ്ക് യു. ഇപ്പോൾ സംസാരിച്ചത് മാനേജർ റവറൻഡ് ഫാദർ പിയൂസ് മാലേക്കണ്ടത്തിലാണ്. ഒപ്പം പ്രിൻസിപ്പളും മാനേജരും അടക്കം ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. കോളേജിനടുത്ത് മുസ്ലിം പള്ളിയുണ്ട്, അവിടെ സൗകര്യങ്ങളുണ്ട്. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അത്തരത്തിൽ അംഗീകരിക്കാൻ ആവില്ല എന്നാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അന്ന് നടന്ന പ്രതിഷേധത്തിൻ്റെയാണ്. നിസ്കാരത്തിന് പ്രത്യേക മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക്
പി കെ നവാസ് ഉണ്ട് ചേരുന്നുണ്ട് MSF നേതാവ്. പി കെ നവാസ്, ഇത് ഈ ആവശ്യം അതിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഒരു വലിയ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു കലാലയ അന്തരീക്ഷമാണ്. അവിടെ ഒരു മതവിഭാഗത്തിന് മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം, അവകാശം വേണമെന്ന് ഉന്നയിക്കുന്നത്, ആവശ്യം ഉന്നയിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അല്ല, എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആര് ഉന്നയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്. MSF ആണ് ഇതിൽ എനിക്ക് തോന്നുന്നു സമരമായ രംഗത്ത് വന്നത്. ആരാ നിങ്ങളോട് പറഞ്ഞത് MSF അത് സമരം ചെയ്യുന്നതെന്ന്? അവരങ്ങനെയാണല്ലോ. അവിടെ ഇന്നിപ്പോൾ അവിടെ പ്രതിഷേധത്തിനൊക്കെ ആഹ്വാനം ചെയ്യുന്നു. ആ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് കോളേജ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റാരാണ് ഇത്തരം ആവശ്യം ഉന്നയിക്കുന്നത്? SFI അല്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. വളരെ വ്യക്തമായി തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. SFI അല്ലെന്ന് ആരാ പറഞ്ഞു? അവരുടെ പ്രസ്താവനയുണ്ട് നവാസ്, അവരുടെ പ്രസ്താവനയുണ്ട്. എന്താ നിങ്ങൾ കാണാതെ പോകുന്നത്? MSF പ്രസ്താവന നമ്മൾ കണ്ടില്ല. നിങ്ങളല്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SFIയുടെ സ്റ്റേറ്റ് പേജിലാണല്ലോ SFIയുടെ പ്രസ്താവന. MSFന്റെ സ്റ്റേറ്റ് പേജിൽ എടുത്തു നോക്കും നിങ്ങൾ. എന്താണ് വേറെ ആരാണ് അവിടെ ഇത്തരത്തിൽ ആവശ്യമായി ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്? ഒരു വിഭാഗം എന്ന് പറയുന്നത് MSFനെ സംബന്ധിച്ചിടത്തോളം MSF അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ MSFയുടെ അടയാളങ്ങൾ ആ സമരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ എന്തിനാണ് അനാവശ്യമായി ഈ സമരത്തെ മറ്റേതെങ്കിലും സംഘടനയുടെ പേരിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആവശ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണോ? ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയോ ഒരു സമരം നടത്തുകയോ ആ സമരത്തിന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അടയാളങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കണം. MSFന്റെ ലേബലിൽ ഒരു സമരം അവിടെ നടന്നിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ അന്ധമായി കണ്ണടച്ചു പിടിച്ച് മറ്റു സംഘടനയുടെ പേരിൽ ഇത് കെട്ടിവെക്കുകയാണ്. SFI ഇന്നലെ പ്രസ്താവന ഇറക്കി അവർ ആ സമരത്തിന് നേതൃത്വം കൊടുത്തില്ല. അതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് MSFന്റെ പ്രസ്താവന വന്നിരുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും താല്പര്യമൊന്നുമല്ല നവാസ്, അങ്ങനെ പറയരുത്. താല്പര്യമല്ല. അപ്പോൾ നിങ്ങൾ താങ്കൾക്ക് മറുപടി പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം MSF എന്ന സംഘടനയ്ക്കില്ല എന്ന് താങ്കൾ വ്യക്തമാക്കുകയാണ്. MSF എന്ന് പറയുന്ന സംഘടന അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ PC ജോർജിനെയും സുരേന്ദ്രനെയും പോലെ ആളുകൾക്ക് പറയാൻ അവസരം കൊടുക്കുകയും അതിന് സ്ക്രീൻ സമയം കൊടുക്കുകയും അതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത് കാണാതെ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ തൊട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നിങ്ങളുടെ ചോദ്യം എന്താണ്? നിങ്ങൾ എന്താ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ അസ്ഥാനത്താണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല, ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല, ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തിലില്ല. MSFന്റെ ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. യൂണിറ്റ് MSFന്റെ ഘടകം ആ സമരത്തിൽ ഞങ്ങളില്ല, അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, സംസ്ഥാന MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് പ്രസക്തി അല്ല, ഈ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു പിന്തുണ ഈ കോളേജിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്തരമൊരു ആവശ്യം തന്നെ അനാവശ്യമാണ് എന്ന തരത്തിലേക്കല്ലേ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ സമരത്തിന് മുമ്പിലുണ്ടാവും. ഞങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ ഞങ്ങളെ സമരത്തിൽ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് സമരത്തിൽ പങ്കില്ല, ഞങ്ങളെ സമരം നടത്തിയിട്ടില്ല, സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. അതായത് ഇത്തരം ആവശ്യങ്ങൾ, അതായത് ഇപ്പോൾ അവിടെ കോളേജ് അധികൃതർ പറയുന്ന അവിടെ ഹോസ്റ്റലിൽ ഇതിനുള്ള സൗകര്യമുണ്ട്, അടുത്തൊരു മസ്ജിദ് ഉണ്ട്, അവിടെയും നിസ്കരിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് വരുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരം സൗകര്യം ഉണ്ടെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അതല്ല, നമസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ വിശ്വാസപരമായി അയാൾക്ക് ആ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങളും മതത്തിനകത്ത് വിശ്വാസപരമായി ചെയ്യാനുണ്ട്. അല്ലാതെ ഇത് സമരം ചെയ്ത് എനിക്ക് അവിടെ തന്നെ നിസ്കരിക്കണമെന്ന് പറയേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളത് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അവിടുത്തെ അധികാരികളും അവിടുത്തെ സാഹചര്യമാണ് വിശദീകരിക്കേണ്ടത്. അത് ഈ ആവശ്യം തന്നെ ഉയർന്നത് തന്നെ ഒരു അനാവശ്യമാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് താങ്കൾക്കുള്ളത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ആവശ്യം ഉന്നയിക്കപ്പെട്ടവർ ഏതു സാഹചര്യത്തിൽ ഏതു ഘട്ടത്തിൽ അങ്ങനെ ആവശ്യം ഉന്നയിച്ചവരാണ് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന രീതിയിൽ ആ വിശ്വാസത്തിന് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ അതിനകത്ത് നമസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് സൗകര്യം അത് ഉപയോഗപ്പെടുത്താം. ഇനി അങ്ങനെ നിസ്കരിക്കാനേ സൗകര്യമില്ലെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാൻ മറ്റു മാനദണ്ഡങ്ങളുണ്ട്. ഇനി അവിടുത്തെ വിദ്യാർത്ഥികൾ അങ്ങനെ സമരം ചെയ്തുവെങ്കിൽ അവർ സമരം ചെയ്തവരാണ് അതിൽ വിശദീകരണം നൽകേണ്ടവർ. MSFനെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ MSFന്റെ പങ്കാളിത്തമോ MSFന്റെ അടയാളങ്ങളോ MSFന്റെ ഏതെങ്കിലും കമ്മിറ്റിയുടെ പിന്തുണയോ ആ സമരത്തിനില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സമരം നടത്തിയിട്ടുമില്ല. MSFന്റെ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങൾ ഇനിയും ശ്രീ നവാസ്, ഇത്തരം വിഷയങ്ങൾ പല കലാലയങ്ങളിലും ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കരുത്, ഒരു മതവിഭാഗത്തിന് മാത്രമായി അത്തരം സംവിധാനങ്ങൾ വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്നുള്ള ഉറച്ച നിലപാടിലാണോ MSF ഉള്ളത്? എന്റെ ആദ്യത്തെ ഉറച്ച നിലപാട് നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഇതിനെ ഇത്തരത്തിൽ വർഗീയമായി കത്തിക്കാൻ വർഗീയമായല്ല, ഞാൻ MSFന്റെ നിലപാടാണ് ചോദിച്ചത്. MSFന്റെ നിലപാടാണ് ചോദിച്ചത്. നിങ്ങളുടെ ചോദ്യം മാത്രം ചോദിക്കാനല്ല, എന്റെ ഉത്തരം കൂടി പറയാം. അതുകൊണ്ട് എന്റെ ഉത്തരം കേൾക്കൂ.
നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഒരു മതേതര സമൂഹത്തിനകത്ത് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതിരിക്കാനുള്ള ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യത്തെ കാത്തുസൂക്ഷിക്കാൻ തയ്യാറാവണം. ഈ സമയം കഴിഞ്ഞ് 24 മണിക്കൂറായി. ഈ വിഷയത്തിൽ ഇപ്പോഴും നിങ്ങളുടെ തുടക്കത്തിലെ ചോദ്യം എന്ന് പറയുന്നത് പോലും ഒന്നെങ്കിൽ അജണ്ടപരമായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തെ കൃത്യമായി പഠിക്കാതിരിക്കുകയാണ്. അജണ്ടപരമായി നിങ്ങൾ നീങ്ങരുത്. അങ്ങനെ അജണ്ടയില്ല ശ്രീ നവാസ്. താങ്കളുടെ വിശദീകരണം അതിനാണ് തേടിയത്. താങ്കളുടെ വിശദീകരണം താങ്കൾക്കുള്ള സമയമുണ്ടെന്നേ, താങ്കൾക്ക് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ചാനൽ എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു വാചകത്തിന്റെ ഒരു 30 സെക്കൻഡ് പിന്നെ വീഡിയോ മതിയല്ലോ ഈ വിഷയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ. ശരി, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചർച്ച കേൾക്കുന്ന വിഷയത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം ചർച്ചയ്ക്ക് എടുക്കുന്നവർക്ക് ഉണ്ടാകണം. അതല്ല, നിങ്ങൾ കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടും തെറ്റായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലാണ്, നിങ്ങളുടെ സംഘടനയുടെ പേരിലാണ് ഇത് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറയട്ടെ, സ്വാഭാവികമായി അതിന് മറുപടി പറയാനുള്ള സമയമാണ് നമ്മുടെ ചാനലിലൂടെ താങ്കൾക്ക് നൽകുന്നത്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞു MSFന് അങ്ങനെ ഒരു നിലപാടില്ല, MSF ഈ സമരത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് കാര്യങ്ങൾ. അങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ താങ്കൾക്കുണ്ടാക്കി ഞാൻ ക്ഷമ പറയുന്നു. എനിക്ക് വ്യക്തത കുറവല്ല, നിങ്ങൾക്ക് വ്യക്തത കുറവുള്ളത്. ഞങ്ങളുടെ പ്രസ്താവന ഇറങ്ങി ഏകദേശം 10-20 മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ വാർത്തയുടെ പക്ഷെ അപ്പോഴും നിങ്ങളുടെ പേരിലാണെന്നേ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര മാധ്യമം അങ്ങനെ വാർത്ത സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് നിലപാടെടുത്തതെന്ന്. ഞാൻ ഒരു ചോദ്യം കൂടി, ദയവായി ഒന്ന് ക്ഷമിക്കുക. താങ്കൾക്ക് ഈ നിലപാടെടുത്ത വിദ്യാർത്ഥികളെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് MSF എന്ന് തന്നെയാണല്ലോ അല്ലെ? ഞാൻ എന്റെ വാചകം വളരെ കൃത്യമാണ്. നാളെ ന്യൂസ് 8ക്ക് താല്പര്യമുള്ള വാക്കുകൾ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളാണ് ഏത് സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്തു എന്ന് പറയുന്നത്. MSFനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല കോളേജിലെ യൂണിറ്റ് MSF കമ്മിറ്റി ഉണ്ട്, അവിടുത്തെ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം MSF കമ്മിറ്റി ഉണ്ട്, അവിടുത്തെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന MSF കമ്മിറ്റി ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ 4 ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളും ഈ സമരത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങളുടെ പേര് ഉപയോഗിക്കുന്നത് വ്യാജമാണ് എന്ന് കൃത്യമായി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ PM ആർഷോ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർഷോ, MSF ഈ സമരത്തിന്റെ ഭാഗമല്ല, SFIയും ഈ പറഞ്ഞ സമരത്തിന്റെ ഭാഗമല്ല നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണ് എന്നാണ് SFI കരുതുന്നത്? അല്ല, ഇതിനകത്ത് MSF ഉൾപ്പെടെ SFI ഉൾപ്പെടെ ആ ക്യാമ്പസിലെ KSU പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും നേതൃത്വത്തിൽ അത്തരത്തിലൊരു സമരം ഇവിടെ ക്യാമ്പസിൽ നടന്നിട്ടില്ല. ക്യാമ്പസുകളെ സംബന്ധിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾ എല്ലാ കാലഘട്ടത്തിലും മതനിരപേക്ഷമായി മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നിട്ടുള്ള ക്യാമ്പസുകളാണ്. അത് ആ നിലയിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് SFI. അതിനുവേണ്ടി നിരന്തര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് SFI. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ആ ക്യാമ്പസിലെ അതോറിറ്റി, അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ടാകും. ഞങ്ങൾ അന്വേഷിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിട്ടുള്ള മാനേജ്മെന്റുമായിട്ടുള്ള അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയും ഈ നിലയിലുള്ള ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു സമരം നടത്തിയിട്ടില്ല. എന്നാൽ വളരെ ബോധപൂർവമായി നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി അപരമത വിദ്വേഷത്തിന്റെയും സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷലിപ്തമായ പ്രചരണം നടന്നിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടം വരെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ ആ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റായ നരേഷൻ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടം വരെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ തെറ്റായ നരേഷൻ പ്രചരിപ്പിക്കാതെ മാറി നിൽക്കുന്ന മാധ്യമങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ വസ്തുത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി അക്കൂട്ടർ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഈ നിലക്കുള്ള തെറ്റായ നരേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ, അതിനകത്ത് സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളുണ്ട്, അതേപോലെ തന്നെ കാസ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നവമാധ്യമ കേന്ദ്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ബോധപൂർവം സമൂഹത്തിനകത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉദ്ദേശമില്ല. ഈ ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന SFIയുടെ നേതൃത്വത്തിൽ സമരം നടത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഔദ്യോഗിക പ്രസ്താവന പുറത്തേക്ക് വന്നു. അതിനകത്ത് SFI പ്രവർത്തകരായിട്ടുള്ള ആരുമില്ല. SFI ആ നിലയ്ക്കൊരു സമരത്തിനെ ആഹ്വാനം ചെയ്ത് ആ നിലയ്ക്കൊരു സമരം നടത്തുന്ന പാരമ്പര്യമല്ല SFIയുടെ പാരമ്പര്യം. എന്നാൽ അത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് കൃത്യമായി പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള അക്കാദമിക് അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൃത്യം ആ നിലയിലുള്ള അക്കാദമിക് അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഏതൊരു മതത്തിന്റെ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇടം ക്യാമ്പസിനകത്ത് രൂപപ്പെടുത്തിയ നാളെ മറ്റു മതങ്ങൾ മുഴുവൻ വരില്ലേ? ഏതൊരു മതത്തിനാണ് തൊട്ടടുത്ത ദിവസം മറ്റു മതങ്ങൾ അവർക്ക് ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. ക്യാമ്പസുകൾ അതിനുള്ള ഇടങ്ങളല്ല. നമുക്ക് ആരാധിക്കുന്നതിന് വേണ്ടി ഒക്കെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്.
മറിച്ച് ക്യാമ്പസുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ്. കൃത്യമായിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കേണ്ടത്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് മുഴുവൻ ആളുകൾ പിന്മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പി സി ജോർജ് കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ പി സി ജോർജ്, പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളൊന്നും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഐക്യം എന്ന പേരിൽ അവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രിൻസിപ്പലിനെ അടക്കം തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്ത് സൂചനയാണ് ഇത്തരം സമര പരിപാടികൾ നമ്മുടെ കലാലയങ്ങൾക്ക് നൽകുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് ഇത് വളരെ വിശദമായിട്ട് ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് കേരളത്തിലാണ്. കാരണം നമ്മുടെ ജോസഫ് മാസ്റ്ററെ കാലും കൈയും വെട്ടിക്കളഞ്ഞു പള്ളിയിൽ പോയ സമയത്ത്. ആരാ ഉത്തരവാദിത്തം? SDPI ആണെന്ന് പറയാൻ പറ്റുമോ? അത് വളരെ ക്ലിയർ തെളിവുണ്ടല്ലോ. മുസ്ലിം സമുദായം അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, മുസ്ലിങ്ങൾ തന്നെയാണ് ചെയ്തത്. പക്ഷെ നല്ല മുസ്ലിങ്ങളും ഉണ്ട്, ചീത്ത മുസ്ലിം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങൾ എന്ന് പറയാൻ വളരെ മാന്യന്മാരാണ്. അതാണ് മുസ്ലിം ലീഗ്. അതാണ് മുസ്ലിം ലീഗിന്റെ MSF എതിർക്കാൻ കാരണം. അതല്ലാതെ പാകിസ്ഥാൻ പക്ഷപാതികളായ SDPI ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യയെ വിഘടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴ കോളേജിൽ വൃത്തികേട് നടന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മാത്രം ഇഷ്യൂ അല്ലല്ലോ ഇത്. കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും അല്ലെ സ്കൂളുകളിലും ഇതുപോലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പ്രാർത്ഥിക്കാനും പ്രത്യേകം ഓരോ മുറി കൊടുക്കണമെന്ന് പറ്റുന്ന കാര്യമാണത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തെ തള്ളിപ്പറയുന്നതല്ല. മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ വിശ്വാസപ്രമാണം ജീവിക്കാനും മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും ശ്രമിക്കുന്ന സംവിധാനമാണ് മതേതരത്വം. അല്ലാതെ മതത്തെ മത ഇല്ലായ്മയില്ല. അത് പിണറായി വിജയന്റെ പാർട്ടിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മത ഇല്ലായ്മയാണ് മതേതരത്വം. അത് ബോധമുള്ളവരാണ് പറഞ്ഞിരുന്ന എന്റെ അഭിപ്രായം. ഇവിടെ ഒരു സംശയമില്ലാത്ത കാര്യം ഞാൻ പറയാം. നമ്മുടെ ഫറൂഖ് കോളേജ് അവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പ്രാർത്ഥിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എന്താണ് അതിന് കാരണം? കേരളത്തിൽ എത്രയോ മുസ്ലിങ്ങളുടെ ഇവിടെ മാത്രം ഫറൂഖ് കോളേജ് പിള്ളേർ മുഴുവൻ ക്രിസ്ത്യാനി ഹിന്ദുക്കളുമാണ്. ആ പിള്ളേരില്ലെങ്കിൽ ആ കോളേജ് നിന്ന് പോവും. അതുകൊണ്ട് ആ മാന്യത അവർ കാണിച്ചു. പക്ഷെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന് ആലോചിക്കുക. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള കോളേജുകളൊന്നാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം MLA ആയി 80 വരുന്ന കാലത്ത് അരുവിത്ര ഈരാറ്റുപെട്ട PW എഞ്ചിനീയറായിട്ട് വന്ന് EK ഹസൻകുട്ടിയുണ്ട്. അദ്ദേഹം എഞ്ചിനീയറാണ്. വന്ന് EK ഹസൻകുട്ടി നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ വിളിച്ചു സംസാരിച്ചു. ഞാൻ TV ചെന്നു. അത് ഓടി വന്നു. ഞാൻ വർത്തമാനം എങ്ങനെ പറഞ്ഞു, ഞാൻ പഠിച്ചത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ്, കോളേജാണ്. എന്നെ പോലെ അനേകം എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആ കോളേജ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇത്ര ഉപകാരം ചെയ്യുന്നൊരു കോളേജ് ഇല്ലെന്ന് EK ഹസൻകുട്ടി എന്നോട് പറഞ്ഞു. മതിയോ? അതായത് ഇപ്പൊ എറണാകുളത്ത് ഈ ചിരിപ്പുണ്ട് പെൻഷൻ പറ്റി. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മതേതരത്വ സ്വഭാവത്തോട് പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തെ വർഗീയവൽക്കരിക്കുന്നതിലേക്ക് മുസ്ലിമിന് മാത്രമായിട്ട് പ്രാർത്ഥനാലയം വേണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ? അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നത് മാത്രമല്ല, ആ നിലയിൽ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാനുള്ള മാന്യത കോളേജ് സ്വീകരിക്കണമെന്ന് എന്റെ അഭിപ്രായം. അല്ലാതെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു സംശയം വേണ്ട. അതൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇവിടെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതുപോലെ മുസ്ലിം കുട്ടികൾ ഉള്ളിടത്തെല്ലാം അറബി അധ്യാപകരെ വെക്കണം വെച്ചോ, നമുക്കെതിരില്ല. പക്ഷേ പ്രാർത്ഥനാലയം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിം ഈ മൂവാറ്റുപുഴയും തൊടുപുഴയ്ക്ക് ഇടയ്ക്കുണ്ടല്ലോ ഒരു കോളേജ്, 10,000 പിള്ളേർ പഠിക്കുന്ന സ്ഥാപനമാണല്ലോ. ഞാനവിടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും മണിസഭാവും കൂടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവിടെ എല്ലാ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകാനല്ല. ഒക്കെ മുസ്ലിങ്ങളെന്നതിന്റെ ഭൂരിപക്ഷത്തിന്റെ മതസൗഹാർദ്ദമല്ല കേരളത്തിലുള്ള വളരെ ശരി. നന്ദി ശ്രീ പി സി ജോർജ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ മാനേജരും പ്രിൻസിപ്പാളും അടക്കം ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞു. അവിടെ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കില്ല എന്ന് പറയുന്നു. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയ്ക്ക് അവർ നന്ദി പറയുന്നു. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ കോളേജ് മാനേജ്മെൻറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടി തൽക്കാലത്തെ ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അല്പം മുമ്പാണ് കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പാൾ അടക്കം മാധ്യമങ്ങളെ കണ്ട നിലപാട് വ്യക്തമാക്കിയത്. ഇന്നൊരു സമരത്തിന്റെ കാര്യം അവിടെ അങ്ങോട്ടേക്കൊരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഒപ്പം കോളേജ് മാനേജ്മെന്റ് ഇത്തരം ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ ഒരു പിന്തുണ അവർക്ക് ലഭിച്ചത് അതൊരു വലിയ കാര്യമായി അവർ കരുതുന്നു. നിലപാട് ഉറച്ചു തന്നെയല്ലേ ഇപ്പോഴും മുന്നോട്ട്? ആവശ്യമുന്നയിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? രഞ്ജിത്ത്, വിദ്യാർത്ഥികളുടെ നിലപാട് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം അതൊരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പൂർണ്ണമായും തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ നിരാകരിച്ചിരിക്കുന്നു. തങ്ങളുടെ താല്പര്യമില്ല എന്ന പലകോണിലൂടെ അവർ അറിയിക്കുന്നു. ഒപ്പം ഇവിടേക്ക് വന്നിരിക്കുന്ന പലരായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരാണെന്ന് അല്പം മുമ്പ് മാനേജറും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ ഒരു പൊതു പിന്തുണ കോളേജിന് ലഭിക്കുന്നു, അവരുടെ നിലപാടുകൾക്ക് ലഭിക്കുന്നു എന്നൊരു സൂചനയാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു ആവശ്യത്തിലേക്ക് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം ഇത് പഠിക്കാൻ എത്തുന്നവർ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, മറ്റാവശ്യങ്ങളിലേക്ക് നടപ്പിലേക്ക് വരുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ അടക്കം ഇതിലേക്ക് തൊട്ടടുത്ത് തന്നെ മുസ്ലിം ദേവാലയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ പള്ളികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി വരാം, വളരെ എളുപ്പത്തിൽ പോയി തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ പോയി വരുന്നവർക്ക് ക്ലാസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഇളവുകൾ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതിനെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം തയ്യാറാണ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോൾ കോളേജിനകത്ത് അങ്ങനെ ഒരു സൗകര്യം പ്രത്യേകം അവർക്ക് വേണ്ടി മാത്രമായി പ്രത്യേകം ഏർപ്പെടുത്തുക. അവർക്ക് വേണ്ടി എന്നല്ല, ആർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും തന്നെയും അങ്ങനെ ഒരു ഇളവിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആ ഒരു നിലപാടിൽ ഒരു മയവും വരുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസം പകരുക എന്നതാണ്. ആ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് പോകാം. അതിന് എല്ലാവിധ പിന്തുണയും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ തങ്ങളെ അറിയിച്ചു കഴിഞ്ഞതായിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വിദ്യാർത്ഥികൾ കുറച്ചു പേർ ഇന്നലെ ആവശ്യപ്പെട്ടതിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ പലരും തന്നെ എഴുതുന്നത് ആ രീതിയിലേക്ക് കാണേണ്ടതില്ല. ഇന്നലെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്ന നിലപാടിലേക്ക് വിഭാഗം വിദ്യാർത്ഥികൾ എന്നാണ് കോളേജ് മാനേജ്മെന്റ് അടക്കം ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധമായിരുന്നു, സമരമായിരുന്നു. അവർ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. പ്രിൻസിപ്പാളിനെ അടക്കം തടഞ്ഞു വെക്കുന്നുണ്ട്. ഇത് നിസ്കാരം നടത്തേണ്ട എന്ന് പറഞ്ഞ അധ്യാപകനെതിരെ സമരമുണ്ട്. അപ്പോൾ ആരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ ഡാനി? കാരണം വിദ്യാർത്ഥി സംഘടനകളുടെ ഒന്നും പിന്തുണയില്ല എങ്കിൽ എങ്ങനെ ഈ സമരത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എന്ന കാര്യമുണ്ട്. ആസൂത്രിതമായിരുന്നോ ഈ സമരം എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണ്ടിവരും. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണ്ടിവരും. കാരണം അതിനെക്കുറിച്ച് മാനേജർ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ അടക്കം പ്രതികരിച്ചത് ഇനിയൊരു വിവാദം ഇത് സംബന്ധിച്ച് ഉണ്ടാകരുത് എന്ന രീതിയിൽ തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായത്. തങ്ങൾ അങ്ങനെ ഒരു ആസൂത്രിതം എന്ന രീതിയിലേക്ക് തങ്ങൾ കരുതുന്നില്ല എന്ന് അവർ പറയുന്നു. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അവർക്ക് തോന്നിയ ഒരു ആവശ്യങ്ങൾ കുറച്ചുപേർ ഒരുമിച്ച് കൂടി അത് പറഞ്ഞു എന്ന രീതിയിൽ കാണുന്ന ഒരു സഹിഷ്ണുതയോടുകൂടിയാണ് അവരതിനെ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ഒരു മറ്റുള്ളവരിൽ നിന്ന് പുറത്തു നിന്നുള്ളൊരു ഏതെങ്കിലും പ്രേരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ ഒരു നീക്കം ഇതിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളോട് അവർ പ്രതികരിക്കുന്നില്ല. തങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് അവർ അന്വേഷിച്ച് തീരുമാനമെടുത്തുകൊള്ളട്ടെ, തങ്ങൾ ആ വഴിക്കും നീങ്ങുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ കൃത്യമായി ഇത്രയധികം വിദ്യാർത്ഥികൾ ഇവിടേക്ക് സാധാരണ നമ്മൾ ക്യാമ്പസുകളിൽ കാണുന്ന വിദ്യാർത്ഥി സമരങ്ങളുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുണ്ടായാൽ മാത്രമേ അത്തരം വിദ്യാർത്ഥികളെ മൊബിലൈസ് ചെയ്യുകയും കൊണ്ടുവരുവാനും എല്ലാം തന്നെ സാധിക്കുകയുമുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടലടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികളെ ആ രീതിയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് കോളേജ് അധികൃതർ അത്തരം കാര്യങ്ങളിൽ നിശ്ചിതം പറയുന്നുണ്ട്. തങ്ങൾ അങ്ങനെ കരുതുന്നില്ല എന്ന് കോളേജ് മാനേജ്മെന്റ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്തരം ഒരു ഒത്തുചേരൽ കണ്ടാൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ആരെങ്കിലും ഇവരെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ഒരുപക്ഷെ സംശയിക്കപ്പെട്ടു പോകുമാരെങ്കിലും എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കോളേജ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥനാ മുറി ഒരു വിഭാഗത്തിന് മാത്രമായെന്നല്ല, ആർക്കും തന്നെയും അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു കുട്ടികളുടെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്ന രീതിയിൽ തന്നെയല്ല, പൊതുവിൽ അത് എടുത്തിരിക്കുന്നു. അങ്ങനെ ആർക്കും അനുവദിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയം വരെയും അത്തരം ഒരു പ്രതിഷേധത്തിന്റെ ഒരു കളം കോളേജിന് അകത്തോ അല്ലെങ്കിൽ കോളേജിന് പരിസരത്തോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോളേജിന് തങ്ങൾക്ക് എല്ലാവിധ മതവിഭാഗങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിലുണ്ട് എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വിഷയം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വലിയ രീതിയിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടരുത് എന്നതടക്കമുള്ള ഒരു അഭ്യർത്ഥനയും അവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. ഇത് വിദ്യാർത്ഥികൾ ചിലരുടെ ആവശ്യം മാത്രമായിട്ട് വന്നതാണ്. മറ്റ് ആരുടെയും തന്നെ പ്രേരണ ഇതിലുണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് തങ്ങൾക്ക്. ഈ കോളേജ് മാനേജ്മെന്റ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അവർ ഇതിനെ ആരെയും കൃത്യമായി കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഇതാണ്, അവർ അത്തരത്തിലൊരു ആവശ്യം അംഗീകരിക്കില്ല. ഒപ്പം പൊതുസമൂഹം അവർക്ക് നൽകിയ പിന്തുണയെ അവർ വലിയ കാര്യമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഡാനി പറഞ്ഞതുപോലെ ഈ വിഷയം ഇങ്ങനെ അങ്ങ് അവസാനിക്കുക, ഇന്നിപ്പോൾ പ്രതിഷേധമടക്കമില്ല, ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യമാണ് എന്ന നിലയിൽ ഇത് അവസാനിപ്പിക്കുക എന്ന് വേണം കരുതാൻ. അതങ്ങനെ അങ്ങ് ഈ പ്രശ്നം ഒരു രമ്യമായി അത്തരത്തിൽ അവസാനിക്കപ്പെടും എന്ന് വേണം കരുതാൻ, അല്ലേ? നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ അതാണ്. അത് ആ രീതിയിൽ തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ അതിനെ ഇങ്ങനെ ഈ രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആവശ്യം അവരത് അവരുടേതായ രീതിയിൽ പ്രകടിപ്പിച്ചു. അതൊരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലുള്ളതായിരുന്നു. എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷെ ഈ കോളേജിന്റെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെതായ നിബന്ധനകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാതെയായിരിക്കാം അവർ അത്തരം ഒരു ആവശ്യത്തിലേക്ക് എത്തിയതെന്ന രീതിയിലാണ് മാനേജ്മെന്റ് കാണുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കോളേജിലേക്ക് ചേരുമ്പോൾ അതിലെ ഇത് ഓട്ടോണമസ് പദവിയുള്ള ഒരു കലാലയമാണ്. അതിലേക്ക് വരുമ്പോൾ ഇതിന്റെ നിയമാവലിയും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായുണ്ട്. ഒരു വിദ്യാർത്ഥിയും അനുസരിക്കേണ്ടതായ രീതിയുണ്ട്, ഒരു യൂണിഫോം കോഡുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അംഗീകരിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഇവിടേക്ക് പ്രവേശനം നൽകുന്നത് തന്നെയും. അതിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ അടക്കം കൈക്കൊള്ളാൻ കോളേജിന് അധികാരവുമുണ്ട്. എന്നാൽ അത്തരമൊരു നടപടികളിലേക്ക് യാതൊരു കാരണവശാലും കോളേജ് നീങ്ങുകയില്ല എന്ന ഒരു കാര്യം കൂടി പ്രിൻസിപ്പൽ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതോ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രതികാര നടപടിയോ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഏതെങ്കിലും നീക്കങ്ങളോ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും അത് മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തിയ കാര്യങ്ങൾ അത് ആ രീതിയിൽ തങ്ങളത് കാണുന്നു. പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത് അവർക്കും ബോധ്യപ്പെട്ട് കാണും ഈ ദിവസങ്ങളിലെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കും. കോളേജിന്റെ ഭാഗത്തു നിന്ന് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകളോ കാര്യങ്ങളോ അവർക്ക് ഇടയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ ആരും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അവർക്കും അത് കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ സ്ഥാപനത്തിനകത്ത് ഈ രീതിയിലേക്ക് പ്രവർത്തിച്ചു പോകാനായിട്ട് സാധിക്കുകയില്ല. ഒരു പ്രാർത്ഥനാ മുറി പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുക എന്നതാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നത് തീർച്ചയായും പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിന്, അധ്യയനം നൽകുന്നതിനുള്ള എല്ലാവിധ അന്തരീക്ഷവും ഈ കോളേജിന് അകത്ത് തന്നെയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക. മറിച്ചുള്ള ചിന്തകൾ അത് തൽക്കാലം അത് കോളേജിനകത്ത് നടപ്പാക്കാനായിട്ട് അത് ശ്രമിക്കരുത്. കാരണം അത് ഒരു പ്രാവർത്തികമായ ഒരു കാര്യവുമല്ല. അതിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുകയും. ശരി ഡാനി, തുടരുക. പി ജോസഫ് ഉണ്ട്, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാണ്. ശ്രീ പി ജോസഫ്, ഇതിപ്പോൾ കോളേജ് മാനേജ്മെന്റ് ഇന്ന് ഈ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. ഒരു ചർച്ചയും ഇതിന്മേൽ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ
സംസ്ഥാന ശക്തമായ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം തങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റുമാർ തന്നെ ഈ വിഷയത്തിൽ ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരാണ്, ഏതു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്, അവരുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, സംസ്ഥാനത്തെ സമാധാനപരമായ വിദ്യാഭ്യാസ സാഹചര്യത്തെ ഏതു തരത്തിൽ സ്വാധീനിക്കാനാണ് ഇവർ ശ്രമിച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. തീർച്ചയായും ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായി കടന്നു വരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതൊരു സൈസ് അധിനിവേശമാണ്. അതായത് മാനേജ്മെന്റ് സ്ഥലങ്ങളിലേക്ക്, എസ്പെഷ്യലി ക്രിസ്ത്യൻ മാനേജ്മെന്റ് പോലുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ അവർ കൂടുതലായി കടന്നു വരുന്നു. അതിന്റെ ഭാഗമായി ഒരു മതത്തിൽപ്പെട്ടവർ കടന്നു വരുന്നു. അപ്പൊ അവർ കൂടുതൽ അവകാശങ്ങൾ അവർ ചോദിക്കുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. നമ്മൾ വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ നമ്മൾ അയക്കുന്ന എന്തിനാ? അവരിവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ലക്ഷ്യം പഠനമാണ്. മതപഠനത്തിന് അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇനി അവർക്ക് പോരാ, അവർക്ക് അവരുടെ മതപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും പ്രത്യേക ദിവസം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അതിന് പറ്റിയ ആരാധനാലയങ്ങളുണ്ട് അവർക്ക് അവിടെ പോകാം. അവിടെയൊന്നും പോകാതെ ഓരോ വിദ്യാലയങ്ങളിലും അവർക്ക് കോളേജുകളിലും ക്യാമ്പസുകളിലും അവർക്ക് അവരുടേതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റാണ്. അതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു അധിനിവേശം ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആ ഗൂഢലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റു ചിലരുടെ പ്രേരണയാൽ നടത്തുന്ന ഒരു നീക്കമായി മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു പ്രേരണ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനിയും അത് സംഭവിക്കാം. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇത്തരക്കാർ രംഗത്ത് വന്നു എന്ന് കരുതാം. അവരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. ഇത്തരം സംഘടനകളുടെ ഇപ്പോഴത്തെ നിലപാടും സ്വാഗതാർഹമാണ്. പരോക്ഷമായി പോലും ഇത്തരം ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകില്ല എന്നുള്ള ആവശ്യം പോലും, എത്തരത്തിലുള്ള നിലപാട് പോലും സ്വാഗതാർഹമാണ്. അങ്ങനെ ഇത്തരം ആവശ്യങ്ങളെ മുളയിലെ നുള്ളുക. ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ ഒട്ടാകെ ഒരുമിച്ച് ഈ വിഷയത്തിൽ ഇവർക്കെതിരെ നിന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പിന്തുണച്ചു എന്ന് പറഞ്ഞ സംഘടനകൾ പോലും പിന്നോട്ട് മാറേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ ഒരു നിലപാട് സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അവബോധം ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും വളർത്താത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മതം എന്ന് പറയുന്ന രണ്ട് തരത്തെ നമുക്ക് കാണാം. ഒന്ന്, അതിനെ വ്യക്തിപരമായി കാണേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായിട്ടാണ് മതത്തിൽ വിശ്വസിക്കുകയും മതാനുഷ്ഠാനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മുടെ വീടും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവിടെ പൊതുസമൂഹത്തിന് പൊതുവായി വന്ന് പഠിച്ച് വിദ്യ നേടി അറിവ് നേടി നമ്മളൊരു മറ്റൊരു സാധ്യതയിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ആ ഇടങ്ങളിൽ നമ്മൾ അവിടെയെങ്കിലും നമ്മൾ ഒരു മതാത്മകത മാറ്റി നിർത്തിക്കൊണ്ട് സഹോദരനായി കാണുകയും മറ്റുള്ളവരെ അങ്ങനെ കാണുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ സംസ്കാരം, പണ്ട് ഇന്നലെ വരെ നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആ സംസ്കാരം ഒന്നുകിൽ തിരിച്ചു കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രാചീന യുഗത്തിലേക്ക് പോകുന്നതിന് തുല്യമായിരിക്കും. അതൊരു വിധത്തിലും കേരള സമൂഹം അനുവദിച്ചു കൊടുത്തുകൂടാ. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾ, നമുക്ക് സങ്കടം വന്നത് ഇന്നലെ SFI പോലുള്ള പുരോഗമനവാദം പറയുകയും മതത്തിന് അതീതമായി നിലകൊള്ളുകയും ചെയ്യുന്ന ചില സംഘടനകൾ അതിനെ പിന്തുണയ്ക്കാൻ ചെന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായത്. തീർച്ചയായും പൊതുസമൂഹം അതിനെ ആ രീതിയിലേ കാണത്തുള്ളൂ. തീർച്ചയായും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് മുഴുവൻ പിന്തുണയുണ്ടാകും. നാടുകളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളുമായി ആരെങ്കിലും വന്നാൽ എന്ന് പറയുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അതാണ് നിലപാട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ പി ജോസഫാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന്, ചില വിഭാഗം ആളുകളുടെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായ ഒരു ആവശ്യമാണ്. അതിനെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ തള്ളിപ്പറയുന്നു. അനുകൂലമായി പല സംഘടനകളും ഇതിനെതിരെയുള്ള നിലപാട്, ഈ സഭയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് പ്രതിഷേധം ഉന്നയിച്ചത്. അവർ പ്രിൻസിപ്പാളിനെ അടക്കം തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇവിടെ അവസാനിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഇവിടെ അവസാനിച്ചേക്കാം ഈ വിഷയം. ഇത്രയധികം
പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കോളേജിന് ലഭിച്ച സാഹചര്യത്തിൽ ഇത് ഇവിടെ അവസാനിപ്പിച്ചേക്കാം. മറ്റ് ഈ ആവശ്യം ഉന്നയിച്ചവർ ഇപ്പോൾ നിശബ്ദരാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കാം. മറ്റെന്തെങ്കിലും നിലപാട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അവർ പറഞ്ഞത് ഇവരെയെല്ലാം ഞങ്ങൾ കാണുന്നത് കോളേജിലെ വിദ്യാർത്ഥികളായാണ്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി അല്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, ഇനിയും സമയമുണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ സമാധാനപരമായി ഈ വിഷയം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം അങ്ങനെ ഒരു ലക്ഷ്യം തന്നെയാണ് കോളേജ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഉള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധ സാഹചര്യം അത് കോളേജിൽ നിലവിലില്ല എന്ന് തന്നെയാണ് കരുതുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന പിന്തുണയും അതെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലല്ല ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായത് എന്ന് സംഘടനകൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് പരക്കെ കോളേജ് മാനേജ്മെന്റ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് എന്നത് വരും ദിവസങ്ങളിൽ തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നിലവിലത്തെ സാഹചര്യങ്ങൾ അതാണ്. കോളേജ് മാനേജ്മെന്റ് പൂർണ്ണമായും തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ അതിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം പിന്നാക്കം പോയിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ കരുതുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് ഈ സമയം വരെയും യാതൊരു രീതിയിലുള്ള ഒരു പ്രതിഷേധമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല, മറ്റൊന്നും തന്നെയും രൂപപ്പെട്ടിട്ടുമില്ല. ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു പ്രതിഷേധവും പിന്നീട് കോളേജിലേക്ക് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അത് ഇന്ന് കോളേജിൽ ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് അടക്കം ചേരുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് അല്പസമയം മുമ്പ് അവസാനിക്കുകയും കോളേജിന്റെ കൗൺസിൽ ഇവിടുത്തെ ഒരു ഭരണസമിതി അടക്കം ഈ തീരുമാനങ്ങൾക്കെല്ലാം പിന്തുണ പറയുകയും ചെയ്തിരുന്നത്. കോതമംഗലം രൂപതയുടെ ഭാഗമാണ് ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. അപ്പോൾ എല്ലാ നിലപാടുകൾക്കും ഈ പൂർണ്ണ പിന്തുണ സഭയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോളേജ് മാനേജ്മെന്റ് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇനിയൊരു ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന ഒരു നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്യാനിടയായ ഒരു സാഹചര്യവും അതുതന്നെയാണ്. ഇനി ഇത്തരം വിഷയങ്ങളിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന അസന്നിഗ്ധമായിട്ട് തന്നെയും കോളേജ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളത് ആവർത്തിച്ച് ചോദിച്ചു, ഈ വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയില്ല. കാരണം ഇത് കോളേജിന്റെ ഒരു വ്യക്തമായ ഒരു തീരുമാനം തന്നെയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ശ്രീമതി ഫാത്തിമ തഹലിയ കൂടി ടെലിഫോണിലുണ്ട്. ശ്രീമതി ഫാത്തിമ തഹലിയ, ഇതൊരു വിചിത്രമായ ആവശ്യമായി തന്നെയല്ലേ കാണേണ്ടത്? ഒരു വിഭാഗം ആളുകൾ ഉയർത്തിയ ഒരു പ്രശ്നം എന്നതിനപ്പുറത്ത് ഗൗരവമായി ഈ വിഷയത്തെ കാണേണ്ടതുണ്ടോ? പക്ഷേ ഇങ്ങനത്തെ വിഷയങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതുപോലെയുള്ള ആവശ്യങ്ങൾ പലപ്പോഴായിട്ട് പല ക്യാമ്പസുകളിൽ ഉയർന്നു വന്നതാണ്. അപ്പം ചില സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് അതത് കാരണങ്ങൾ പറഞ്ഞ് അത് അനുവദിക്കാത്ത സിറ്റുവേഷനും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഒരു ഒരു ഇസ്ലാമോഫോബിയ പ്രോമാക്സ് വേർഷൻ എന്നുള്ള രൂപത്തില് ഒരു ഇന്ധനമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ വെറീഡ് ആവുന്നത്. അത് ഇപ്പോൾ ഈ കോളേജ് മാനേജ്മെന്റ് തന്നെ വളരെ മാതൃകാപരമായ നിലപാടെടുക്കുന്നു. ഇത് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ തന്നെയാണ്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, ഇനിയും ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ തർക്കത്തിനോ ഒന്നും ഇവരുമായി ഇല്ല, ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത് ആശാസ്യമല്ല എന്ന് പൊതുസമൂഹവും നിലപാടെടുക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത വിദ്യാർത്ഥി സംഘടനകൾക്ക്, മുഖ്യധാര നിൽക്കുന്ന എല്ലാ സംഘടനകൾക്കുമുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ ഒരു കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തെ ഏത് രീതിയിൽ തകർക്കും എന്ന കാര്യങ്ങളിലടക്കം, അല്ലേ? നിങ്ങളെ ചോദ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന്റെ ഒരു ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതില് പ്രശ്നം ഇത്തരത്തിലുള്ളൊരു ആവശ്യം വന്നാൽ അതൊരു വലിയ സ്ഫോടനത്തിന് കാരണമാക്കും എന്നുള്ള ഒരു രൂപത്തിലുള്ള വാക്കുകൾ അപകടകരമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പ്രസ്തുത ക്യാമ്പസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, അതായത് ലാസ്റ്റ് അതിന്റെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ക്യാമ്പസിൽ അവർ തീരുമാനം എടുക്കണമെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതൊരു വെരിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പുറത്തേക്ക് എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടന്നത് മറ്റൊന്നുമല്ല, അത് കൃത്യമായി ഫാത്തിമയ്ക്ക് അറിയാവുന്നതാണ്. അവിടെ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ആ കോളേജിനുള്ളിൽ വേണമെന്ന ആവശ്യമാണ് ഉയർന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗത്ത്. ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, അതില്
എന്താണ് ഇവരുടെ റിയാക്ഷന്, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ കുട്ടികളുടെ ആവശ്യവും മാനേജ്മെന്റിന്റെ ഒരു തീരുമാനവും എങ്ങനെയാണ് അത് കൃത്യമായി പറയാം. അത് ഈ വിഷയത്തിൽ ഫാത്തിമ, ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയുമില്ല, അതിന്റെ ആവശ്യമില്ല. പ്രതിഷേധത്തെ പിന്തുണച്ച വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രാർത്ഥനാ മുറി എന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല. അനാവശ്യ സ്പർദ്ധ ആരും വളർത്തരുത്. കോളേജിനടുത്ത് മുസ്ലിം പള്ളിയുണ്ട്, അവിടെ സൗകര്യങ്ങളുണ്ട് എന്നാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, പ്രിൻസിപ്പാൾ അടക്കം ശ്രീ ഫ്രാൻസിസ് കണ്ണാടൻ അടക്കം വ്യക്തമാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നേരത്തെ അവര് നടത്തി പോന്നിരുന്ന അല്ലെങ്കിൽ അവര് നമസ്കാരത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് അവരോട് ഇനി മുതൽ അങ്ങനെ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഇനി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് കടന്ന് മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, നന്ദി ശ്രീമതി ഫാത്തിമ തഹലിയ. ഏതായാലും കോളേജ് മാനേജ്മെന്റ് വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിവാദമായതിനെ തുടർന്ന് ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ കോളേജിന് സംഭവിക്കുന്നു. തുടർന്ന് ഇത്തരം ആവശ്യം ചർച്ചയ്ക്കേ ഇല്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചവരും ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഒന്ന് പിന്മാറിയ മട്ടാണ്. പക്ഷേ ഇത് ഏതെങ്കിലും മറ്റൊരു തലത്തിൽ ഇത് മുന്നോട്ട് വരുമോ എന്ന കാര്യത്തിലൊക്കെ നമ്മൾ കാത്തിരുന്നു കാണണം. MSF ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം ആവശ്യത്തെ അല്ല, ഈ സമരത്തെ MSFന്റെ പ്രതിനിധികൾ ആരും സമരത്തിന്റെ ഭാഗമായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SFI നേതാവ് ശ്രീ ആർഷോയും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു പൊതിഞ്ഞ നിലപാട് എന്ന തരത്തിൽ പല വിദ്യാർത്ഥി സംഘടനകളും സ്വീകരിക്കുന്നതുകൂടി നമ്മൾ കണ്ടു. ഈ ആവശ്യത്തെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല സംഘടനകൾ എന്ന കാര്യവും നമുക്ക് മുന്നോട്ട് വെക്കണ്ട. ഇതിപ്പോൾ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങനെ ഇത് ഉരുത്തിരിഞ്ഞു, ഈ വിഷയം എങ്ങനെ ഒരു സംഘടിത രൂപം ഈ സമരത്തിലുണ്ടായി എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെന്നാണ് ചില ആവശ്യങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു മുറി ഉണ്ടായിരുന്നുവെന്നും അവിടെ തടയപ്പെട്ടു എന്നുമുള്ള വാദത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഇതുവരെയും അത് ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം അല്പം മുമ്പ് മാനേജർ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അതിലുയർന്ന ചോദ്യത്തിലോ ഒരിടത്തും അങ്ങനെ ഒരു നിലവിൽ അങ്ങനെ ഒരു സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നു. പിന്നീട് അത് നിഷേധിക്കപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടേ ഇല്ല. അത്തരമൊരു അങ്ങനെയൊന്ന് നിലനിന്നിരുന്നതായും അവരുടെ വാക്കുകളിലുമില്ല. പിന്നീട് വന്ന ചോദ്യങ്ങളിലും അവർ അത്തരം പ്രതികരണങ്ങളിലും അത്തരം സൂചനകളുമില്ല. എന്തായാലും ആ സമയത്ത് ആ രീതിയിൽ അവരുടെ പ്രതികരണം അത് തന്നെയായിരുന്നു. മറിച്ച് ഇത്തരം വാദങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ടോ എന്നാണ് അറിയാനായിട്ട് ഇനി വേണ്ടത്. അതിലിപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ആരും തന്നെയും ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായ ആരും തന്നെയും ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷവുമല്ല നിലനിൽക്കുന്നത്. കാരണം അധ്യയനം നടക്കുന്നു, മറ്റു വിഷയങ്ങളൊന്നുമില്ലാതെ തന്നെ അധ്യയനം മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഒരു ഭൂമികയായ കോളേജിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് നിലവിലെ ഒരു അവസ്ഥയും സാഹചര്യം എന്ന് പറയുന്നത്. അതേസമയം പലരും ഇവിടേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചനകളടക്കം നൽകിയിരുന്നു. പുറമെ അത്തരം സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നിലവിൽ അത്തരം രീതികളൊന്നും തന്നെ കോളേജിനകത്തോ പുറത്തോ നിലവിൽ കാണാത്ത ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ആരുടെയും തന്നെ സംഭാഷണങ്ങളിലും ഇതുവരെയും കടന്നു വന്നിട്ടില്ല. അത്തരം ചോദ്യങ്ങളോട് അവർ പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഇതിന്റെ ഒരു വിഷയങ്ങൾ ഏത് രീതിയിലായിരുന്നു ഒരു ചർച്ചകൾ അത്തരം കാര്യങ്ങൾ എന്ന് നോക്കാം. ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നീതീകരിക്കാനാവില്ല നിലപാട് അൽമായ ഫോറം അടക്കം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയം വല്ലാതെ ചർച്ചയാകുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്ക് വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അനുമതി നൽകാതെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ
വിദ്യാർത്ഥികളുടെ ഒരാവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന നിരവധിയായ കാര്യങ്ങൾ. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നിസ്കാരത്തിന് പ്രത്യേക സൗകര്യമൊരുക്കണം എന്നാവശ്യപ്പെട്ട് നിർമ്മല കോളേജിൽ പ്രിൻസിപ്പാളിനെ അടക്കം തടഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ക്രൈസ്തവ സഭയുടെ കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ അത്തരത്തിൽ നിലപാടിലാണ് കോളേജ് മാനേജ്മെന്റ്. കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിന് പിന്നിൽ ഒരു കാരണവശാലും നീതീകരിക്കാനാവുന്ന ഒന്നല്ല എന്നാണ് സിറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ നിലപാട്. അൽമായ ഫോർത്ത് നിലപാട്. നിയമപരമായോ ധാർമ്മികമായോ ആവശ്യത്തിന് ന്യായീകരണമില്ല എന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും നിലപാടെടുത്തു. കഴിഞ്ഞ ദിവസമാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യവുമായി പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. ദൃശ്യങ്ങൾ കാണുന്നത് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് പ്രമുഖ വിദ്യാർത്ഥി സംഘടനകൾ. MSFും ഒപ്പം SFIയും ഈ സമരത്തിന് ഒപ്പമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ പക്ഷത്തുള്ള ആരും ഈ സമരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. അവിടെ കോളേജിലുണ്ട് ഡാനിക്കൊപ്പം ചിലരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വ്യക്തമാകുന്നത്? ആരാണ് ഈ സമരത്തിന് പിന്നിലുണ്ടായിരുന്നത്? ഈ MSFും SFIയും അടക്കം പറയുന്ന വാദങ്ങൾ കൃത്യമാണോ? അവരുടെ ഭാരവാഹികൾ ആരും ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാണോ? ഡാനി കേൾക്കാമെന്ന് കരുതുന്നു. ക്രൈസ്തവ സഭയുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് ഈ അനിഷ്ടകരമായ സംഭവം ഉണ്ടായത്. നിസ്കരിക്കാൻ സ്ഥലം വേണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ സമരം, പ്രതിഷേധം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ക്രിസ്ത്യൻ സഭകളൊന്നാകെ ഈ സമരത്തിനെതിരെ രംഗത്ത് വരുന്നു, പ്രസ്താവനകൾ ഇറക്കുന്നു. പ്രമുഖ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ സമരത്തെ എതിർക്കുന്നു. കോളേജിന് പിന്തുണ അർപ്പിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. നീതീകരിക്കാനാവില്ല എന്ന് അൽമായ ഫോറം അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ഡാനി കേൾക്കാമോ? ഡാനി ഇപ്പോൾ അവിടെ മൂവാറ്റുപുഴ കോളേജിലുണ്ട്. ബന്ധപ്പെട്ടവരുടെ പ്രതികരണം തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അവർക്ക് വ്യക്തമാക്കാനുള്ളത്? ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളല്ല എങ്കിൽ ആരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നത് ഇപ്പോഴും വ്യക്തമാകാത്തൊരു പശ്ചാത്തലമാണല്ലോ. പിന്നീട് ഇവർ ഇത്തരം ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നൊരു സാഹചര്യവും കണ്ടില്ല. ഡാനി, രഞ്ജിത്ത്, ഈ സമര സാഹചര്യങ്ങൾ, അതിനൊപ്പം തന്നെ മറ്റൊന്ന് വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇന്നിപ്പോ കോളേജ് മാനേജ്മെന്റുമായിട്ട് സമീപത്തെ മഹല്ല ഭാരവാഹികളടക്കം ചർച്ച നടത്തുകയുണ്ടായിരുന്നു. അവർ ഈ ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു പ്രതികരണത്തിലേക്കാണ് നീങ്ങുന്നത്. അവരൊരു പ്രതികരണത്തിലേക്കാണ് വരുന്നത്. കാരണം ഈ കഴിഞ്ഞ സമയമായിട്ട് കോളേജ് മാനേജ്മെന്റുകളുമായിട്ട് അവരൊരു ചർച്ച തുടരുകയായിരുന്നു. ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ അവർ വന്നിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മഹല്ല ഭാരവാഹികൾ വന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് നീങ്ങുന്നു. രഞ്ജിത്ത്, ഞങ്ങള് മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെന്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള
നേതൃത്വവുമായി സംസാരിക്കാൻ എത്തിയത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ, സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ 5 പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മാനേജ്മെന്റുമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടുകൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരിയുകയും ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ പേരിൽ അത് സംഭവം എന്ന് തന്നെ പറയുന്നില്ല, വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിന്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു. സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി. എന്റെ പേര് PSA ലത്തീഫ്, മൂവാറ്റുപുഴയിലെ പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം നമ്മുടെ തോട്ടപ്പള്ളി മുഹീദ്ദീൻ മസ്ജിദിന്റെ ഇമാമാണ് നിസാർ മൗലവി. അദ്ദേഹം ആ മസ്ജിദിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ് ശ്രീ സയ്യിദ് മുഹമ്മദ് സാഹിബ്. നമ്മുടെ സെൻട്രൽ മസ്ജിദ് മൂവാറ്റുപുഴ കേന്ദ്രമായി 2 മഹല്ലകളാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. സെൻട്രൽ മസ്ജിദിന്റെ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി അവരുകൾ, അവിടുത്തെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാഹിബ് കൌൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഡീൻമാരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരുമായി മാനേജർ ഉണ്ടായിരുന്നു. എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഈ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ രീതികൾ സംബന്ധിച്ച്, നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ച് വഴിതെറ്റാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, പുതിയ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിരിക്കാനും സമ്മതിക്കാനും ഈ 5 പേര് ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ തയ്യാറായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മഹല്ല് കമ്മിറ്റി കോളേജ് അധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നു. കുട്ടികൾക്കാണ് തെറ്റുപറ്റിയത് എന്നവർ പറയുന്നു. അനിഷ്ടകരമായ സംഭവമാണ് കോളേജിനുള്ളിൽ നടന്നത്, അതിന് ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞാണ് അവർ മടങ്ങുന്നത്. ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ തൊട്ടടുത്തുള്ള മഹല്ലിലെ പ്രതിനിധികൾ എത്തി മാതൃകാപരമായ ചർച്ച അവിടെ നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടെ സമീപിച്ചുകൊണ്ട് ആത്തരത്തിൽ അതിനെ കണ്ട് പരിഹാരമുണ്ടാക്കുക എന്ന ശ്രമം ഏതാണ്ട് വിജയകരമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അനിഷ്ടകരമായ സംഭവമാണ് നടന്നത് എന്ന് മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ പറയുന്നു. സമുദായത്തിന് ഈ വിവാദത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. സമുദായത്തെ വലിച്ചിഴക്കരുത് എന്നുകൂടി മഹല്ല് കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച തെറ്റു മാത്രമായി ഇതിനെ കാണണം എന്നാണ് മഹല്ല് കമ്മിറ്റിയുടെ നിർണായകമായ നിലപാട്. ഡാനി പോൾ, വളരെ പ്രധാനമാണ്. കാരണം ഈ വിവാദം ഉണ്ടാകുന്നു, സമൂഹത്തിൽ ചർച്ചയാകുന്നു, ഒരു വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ മഹല്ല് കമ്മിറ്റി ഇടപെടുന്നു, കോളേജ് അധികാരികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു. അവർ ഈ വിവാദത്തിൽ തെറ്റു സംഭവിച്ചു എന്ന് പറയുന്നു, അനിഷ്ടകരമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. കേസ് നേതാവ് ശ്രീ ഷമ്മാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഷമ്മാസ്, SFIയും MSFും തള്ളി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ സമരവുമായി ബന്ധമില്ല എന്ന കാര്യത്തിൽ. ഇതേത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആരുടെ പ്രേരണയാൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും കൂടി വ്യക്തമാകേണ്ടതല്ലേ? അതിന് ഇത്തരം സംഭവങ്ങളെ മുഖ്യധാരാ പാർട്ടികൾ ഒന്നടങ്കം, വിദ്യാർത്ഥി സംഘടന ഒന്നടങ്കം ഇടപെട്ട് തള്ളിപ്പറയുകയും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നുള്ളൊരു മാനം നൽകേണ്ടുന്ന ഒരു വിഷയമല്ല.
ക്യാമ്പസുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു പൊതു ഇടങ്ങളാണ്. എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പൊതു ഇടം എന്നുള്ള നിലയിൽ അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ആരാധനയ്ക്കോ വിശ്വാസത്തിനോ പ്രത്യേകമായ ഒരു സൗകര്യമോ ഇടമോ നൽകണം എന്ന് പറയുന്ന ഒരു ബാലിശമായ വാദമായി തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾക്കോ അത്തരം ആവശ്യങ്ങൾക്കോ പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ്. നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം ഇവിടെ ഇപ്പോ തൊട്ടു മുമ്പ് പ്രതികരിച്ച മഹല്ല് കമ്മിറ്റി ഭാരവാഹികളൊക്കെ വളരെ പക്വതയോടുകൂടി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ വലിയ രീതിയിൽ മറ്റു പല ആളുകളും വഴിവിട്ട രീതിയിൽ ഇതിനകത്ത് മുതലെടുപ്പുകൾ നടത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിഷയത്തെ വളരെ രമ്യമായി പക്വതയോടുകൂടി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ആ രീതിയെ തന്നെ KSU പിന്തുണക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഈ നാടിന്റെ ഒരു ഐക്യവും നമ്മുടെ മതസാഹോദര്യവും എല്ലാം നിലനിന്ന് പോകുന്നത് വരുംകാല തലമുറയെ കൂടി ആശ്രയിച്ചിട്ടാണ്. ആ വിശ്വാസം കൂടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആരാധനയും വിശ്വാസവും എല്ലാം വ്യക്തിപരമാകുമ്പോൾ അതിൻ്റെതായ പവിത്രത ഉണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് വിവാദങ്ങളിലേക്ക് അതിനെ വലിച്ചെടുക്കരുത് എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. പല ക്യാമ്പസുകളും ഇതൊന്നുമല്ലാതെ ഇത് ഒരു സമരം ചെയ്യേണ്ടുന്ന രീതിയോ അല്ലാതെ ഇതിനു വേണ്ടി ആവശ്യവും മുറവിളി കൂട്ടുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പലപ്പോഴും കേരളത്തിലെ തന്നെ പല ക്യാമ്പസുകളിലും തൊഴിലിടങ്ങളിലും എല്ലാം ആരാധന നിർവഹിക്കുന്നതിനും വിശ്വാസങ്ങൾ നിർവഹിക്കുന്നതിനും എല്ലാം വളരെ മാതൃകാപരമായ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് മറുവശത്ത്. അത്തരം സാഹചര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോവുകയും അതൊരു വിപ്ലവത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല. ഇതിനൊരു സഭയുടെ കോളേജാണ്, അവിടെ ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. അവിടെ എത്തി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും തുടർന്ന് ഷമാസ് തിരിച്ചു വരാം. ഇപ്പോൾ ബിന്ദു ഏജൻസികളെ നിയന്ത്രിക്കുന്നതടക്കമുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡിമാൻഡ് കൂടുതലല്ല, അപ്പോൾ അത് വൈഡ്ലി അവൈലബിൾ ആക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് സമയം അതിൽ കേന്ദ്രീകരിക്കാതെ തന്നെ വിഷയത്തിന്റെ ക്രക്സിലേക്ക് നേരിട്ട് പോകാവുന്ന രീതിയിൽ പഠിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട്. അപ്പൊ ശരി, താങ്ക് യു. ഷമാസ് ടെലിഫോൺ ലൈനിലുണ്ടോ? ഷമാസ, ഞാൻ ചോദിച്ച ചോദ്യം നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കോളേജുകളുടെ സാഹചര്യങ്ങളിൽ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വേണമല്ലോ. അതിപ്പോൾ ആരുന്നയിച്ചാലും ഏത് മതവിഭാഗം ഉന്നയിച്ചാലും അതിനെ സമീപിക്കേണ്ടത്. അവരതിനെ വളരെ കോളേജ് മാനേജ്മെൻറ്റ് വളരെ സൗഹാർദ്ദപരമായാണ് സമീപിച്ചത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് എന്ന രീതിയിൽ. അപ്പോൾ അതേ മനോഭാവം അവരോടും വേണം. അതിന്ന് കണ്ടു. മഹല്ല് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവിടെ എത്തുകയും ചർച്ച നടത്തുകയും അനിഷ്ടകരമാണ് ഈ സംഭവവികാസം എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലൊരു സമാധാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന കാര്യം കൂടി ഉണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് ഏത് സാഹചര്യത്തിലാണ്, ഏതൊരു അന്തരീക്ഷത്തിലാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏത് അഭിപ്രായവും നമ്മുടെ ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക്, ഏതെങ്കിലും തരത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കോ അത്തരം ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്കോ കക്ഷി ചേരാനുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ മാറുമ്പോഴാണ് അത് നമുക്ക് സമൂഹത്തിന് തന്നെ ദോഷമായി മാറുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ അതിനിട വരുത്താതെ പക്വമായ അതിലിടപെട്ട ഇപ്പം നമ്മുടെ കോളേജിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും കൃത്യമായ ഇതിന്റെ അധികാരികളുടെ ഭാഗത്തു നിന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളിലൊക്കെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം എന്ന് പറയുന്നത് സ്വാഗതാർഹം തന്നെയാണ്. വിദ്യാർത്ഥികളൊക്കെ അക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നിപ്പോ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് തിരുത്തി അവരതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മ വിദ്യാർത്ഥികൾക്കുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ അവരെ കൂടി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്തേക്ക് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് മുന്നോട്ട് പോക്കുമാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനം. വളരെ ജനാധിപത്യ മര്യാദകളും മതേതരത്വ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ നിലനിന്ന് പോകുന്നത്. അത് ക്യാമ്പസുകളിലായാലും മറ്റു പൊതു ഇടങ്ങളിലായാലും അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ്. ഇത്തരം വിവാദങ്ങളിലൂടെ ഈ നാടിന് തന്നെ ഭീഷണിയായിട്ടുള്ള മതവർഗീയ ശക്തികൾക്ക് പരസ്പരം ഇത് മുതലെടുക്കുന്നതിനുള്ള അവസരമായി ഇത്തരം വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുത് എന്ന അഭിപ്രായം കൂടെ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ശരി, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെ നിൽക്കാമെന്ന് കരുതുന്നു.
ഏതായാലും ഈ വിവാദം അതിന് അത് തടുത്ത മട്ടാണ്. കാരണം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിനെതിരെ കോളേജിന് അനുകൂലമായി നിന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വിദ്യാർത്ഥി സംഘടനകളടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും മാതൃകാപരമാണ്. മഹല്ല് കമ്മിറ്റി പ്രതിനിധികൾ അവിടെ എത്തി കോളേജ് അധികാരികളുമായി ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഈ പ്രശ്നത്തിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ കാരണമാകും എന്ന് വേണം കരുതാൻ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സംസാരിച്ചു